പ്രിയപ്രേക്ഷകരെ, ഒരു നഷ്ടവാർത്തയാണ്. പ്രശസ്ത പിന്നണി ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സായ്കുമാർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സായ്, ഇന്ത്യൻ ഗാനശാഖയ്ക്ക് താരതമ്യപ്പെടുത്താൻ കഴിയാത്ത വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 40കളുടെ തുടക്കം മുതൽ ഇങ്ങോട്ട് ബോളിവുഡിന്റെ ശബ്ദം എന്ന നിലയ്ക്കു തന്നെ പറയാൻ കഴിയുന്ന അതുല്യയായ പ്രതിഭയാണ് ആശാ ഭോസ്ലെ. കലാജീവിതത്തിന് വിരാമമാവുകയാണ്. എങ്ങനെയാണ് ഇന്ത്യൻ സാംസ്കാരിക ലോകം അവരെ അടയാളപ്പെടുത്തുന്നത്? അന്ത്യം എപ്പോഴാണ് ഉണ്ടായത്? മധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയ്ക്ക് പിന്നണി ഗാനരംഗത്ത് തീർത്താൽ തീരാത്ത നഷ്ടം തന്നെയാണ് ആശാ ഭോസ്ലെയുടെ മരണം. 92 വയസ്സായിരുന്നു. ഇന്നലെ ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അല്പം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത്. 1933 സെപ്റ്റംബർ 8-ന് ഇൻഡോറിലെ ഒരു കൊങ്കണി കുടുംബത്തിലാണ് ആശ ജനിക്കുന്നത്. പിന്നീട് മറാഠി നാടകവേദിയിലെ നടനും ഗായകനുമൊക്കെയായിരുന്ന ദീനാനാഥ് മങ്കേഷ്കറും ശുദ്ധമതിയുമാണ് മാതാപിതാക്കൾ. അതായത് കുടുംബപരമായി തന്നെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് ആശ ജനിച്ചതും ആ കലാ വളർച്ചയ്ക്ക് പ്രചോദനമായതും ആ കുടുംബത്തിൽ നിന്നുള്ള പ്രോത്സാഹനം തന്നെയാണ് എന്ന് ആശ മിക്ക വേദികളിലും പറയാറുമുണ്ട്. പ്രശസ്ത ഗായക ലതാ മങ്കേഷ്കർ, ഹൃദയാനാഥ് മങ്കേഷ്കർ, ഉഷാ മങ്കേഷ്കർ, മീന മങ്കേഷ്കർ എന്നിവരാണ് സഹോദരങ്ങൾ. ലതാ മങ്കേഷ്കർ അടക്കം വിവിധ ഇനങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വലിയൊരു കലാ കുടുംബത്തിൻ്റെ പാരമ്പര്യം ആശാ ഭോസ്ലേക്ക് ഉണ്ടായിരുന്നു. പിന്നീട് അച്ഛൻ്റെ ശിക്ഷണത്തിൽ തന്നെയാണ് സംഗീത പഠനം ആരംഭിച്ചിരിക്കുന്നത്. അച്ഛൻ 9 വയസ്സുള്ളപ്പോൾ മരിച്ചെങ്കിൽ പോലും സംഗീതത്തിൻ്റെ ഒരു അടിത്തറ ഇട്ടത് അച്ഛൻ്റെ ആ ശിക്ഷണം തന്നെയായിരുന്നു. പിന്നീട് സിനിമയിൽ അഭിനയിക്കാനും പാടാനും തുടങ്ങിയ ലതാ മങ്കേഷ്കറിനെ പിന്തുടർന്നുകൊണ്ടാണ്, സഹോദരിയായ ലതാ മങ്കേഷ്കറിനെ പിന്തുടർന്നുകൊണ്ടാണ് ആശയും സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. 1949 തൻ്റെ 16-ാം വയസ്സിൽ കുടുംബത്തിൻ്റെ എതിർപ്പുകളെ അവഗണിച്ച് 31 വയസ്സുള്ള ഗൺപത് റാവു ഭോസ്ലെയെ വിവാഹം കഴിച്ചുവെങ്കിലും ആ കുടുംബജീവിതം ഒരു പരാജയമായിരുന്നു. പിന്നീടാണ് പ്രശസ്ത സംഗീത സംവിധായകനായ 12,000-ത്തിലധികം പാട്ടുകൾ റെക്കോർഡ് ചെയ്ത ചരിത്രമുണ്ട് ആശാ ഭോസ്ലെക്ക്. ഒരു പക്ഷേ ലോക റെക്കോർഡ് എന്ന നിലയ്ക്കു തന്നെ വിചാരിക്കാൻ കഴിയുന്ന ഒരു ജീവിതത്തിന്, കലാജീവിതത്തിൻ്റെ ഉടമയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ലതാ മങ്കേഷ്കറുമായി പലതവണ പല ഘട്ടങ്ങളിൽ താരതമ്യം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും രണ്ടും രണ്ട് ജീവിതവും രണ്ട് സംഗീത ലോകവുമാണ് എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞതുമാണ്. ആ തലത്തിൽ നോക്കുകയാണ് എങ്കിൽ ഇന്ത്യ, നമ്മുടെ രാജ്യം കേൾക്കാൻ കൊതിച്ച ഏറ്റവും സൗകുമാര്യമുള്ള ശബ്ദമാണ് നമുക്ക് നഷ്ടമാകുന്നത്. തീർച്ചയായും മാധു, ഇന്ത്യൻ സംഗീതത്തിലെ ഒരു നിത്യവിസ്മയം എന്ന് തന്നെ ആശാ ഭോസ്ലെയെ വിശേഷിപ്പിക്കാൻ. അത്രമേൽ ഹൃദ്യവും ആസ്വാദകർക്ക് ഏറെ പ്രിയപ്പെട്ട എത്രയോ പാട്ടുകൾ സമ്മാനിച്ചുകൊണ്ടാണ് അവർ മടങ്ങുന്നത്. ആ പാട്ടുകൾ എന്നും ആസ്വാദകരുടെ മനസ്സിൽ, അവരുടെ ചുണ്ടിൽ എന്നും ഓർത്തുവെക്കുകയും പാടാൻ ഇഷ്ടമുള്ള ഇമ്പമുള്ള പാട്ടുകളാണ് നൽകിയിട്ടുള്ളത്. 1943 മജാബാൽ എന്ന മറാഠി ചിത്രത്തിലെ ചലാ ചല നൗബാല എന്ന ഗാനം പാടിക്കൊണ്ടാണ് പിന്നണി ഗാനരംഗത്തേക്ക് വരുന്നത്. 1945 ബഡീമ എന്ന ചിത്രത്തിൽ ഹിന്ദിയിലാണ് ആദ്യമായി പാടിയതെങ്കിലും 1948 പുറത്തിറങ്ങിയ ചുനാരിയാണ് ആശയുടെ ആദ്യ ഹിന്ദി ചിത്രമായി അറിയപ്പെടുന്നത്. പിന്നീട് OP നയ്യാറിൻ്റെ സംഗീത സംവിധാനത്തിൽ 1956 CID എന്ന ചിത്രത്തിൽ പാടിയതാണ് കരിയറിലെ മറ്റൊരു വലിയ വഴിത്തിരിവായി മാറിയത്. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നേരത്തെ മാ സൂചിപ്പിച്ചതുപോലെ 12,000-ത്തിലധികം ഗാനങ്ങൾ, അതിൽ എല്ലാം ഓരോ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടത് എന്ന് പറയാവുന്ന രീതിയിൽ ആസ്വാദകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതാണ്. 1966 തീസരി മൻസിൽ എന്ന ചിത്രത്തിലൂടെ ആരംഭിച്ച ആശാ ഭോസ്ലെ RD ബർമൻ കൂട്ടുകെട്ട്, അത് എക്കാലത്തെയും ഒരു വിജയ കൂട്ടുകെട്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. 1966 ആ കൂട്ടുകെട്ട് തുടങ്ങുന്നത്. പിന്നീട് 1990-കളിൽ സിനിമയിൽ നിന്ന് അവർ ഒരു ഇടവേള എടുക്കുന്നുണ്ട്. അതിനുശേഷം 5 വർഷങ്ങൾക്കിപ്പുറം 1995 രംഗീല എന്ന ചിത്രത്തിലൂടെ AR റഹ്മാനാണ് ഒരു ഗംഭീര തിരിച്ചുവരവിനുള്ള വഴിയൊരുക്കുന്നത്. AR റഹ്മാൻ്റെ ഏറ്റവും ഹിറ്റായ പാട്ടുകളിൽ ഒന്നുകൂടിയാണത്. പിന്നീടാണ് താൽ, ലഖാൻ, ദൗഡ് തുടങ്ങിയ നിരവധി റഹ്മാൻ ചിത്രങ്ങളിൽ ഒഴിവാക്കാൻ കഴിയാത്തൊരു ശബ്ദ സൗകുമാര്യമായി ആശാ ഭോസ്ലെ തുടരുകയും ചെയ്തു. റഹ്മാൻ്റെ പാട്ട് എത്രത്തോളം ഹിറ്റാകുന്നു അതിന് ഏറ്റവും പ്രചോദനമായി നിന്നത് ആശയുടെ ശബ്ദം കൂടിയാണ് എന്ന് റഹ്മാൻ തന്നെ പല വേദികളിലും പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ OP നയ്യാർ, ബോംബെ രവി, SD ബർമൻ, RD ബർമൻ, ഇളയരാജ, റഹ്മാൻ, ജയദേവ്, ശങ്കർ, ജയകിഷൻ, അനുമാലിക് തുടങ്ങി പല കാലഘട്ടങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന സംഗീത സംവിധായകർക്കെല്ലാം വേണ്ടി പാട്ടുകൾ പാടുകയും അത് ഹിറ്റാവുകയും ചെയ്ത ഒരു പാരമ്പര്യം കൂടി ആശാ ഭോസ്ലെയ്ക്കൊപ്പമുണ്ട്.
സിനിമാ ഗാനങ്ങൾക്കൊപ്പം തന്നെ ഗസൽ പാട്ടുകൾ, ഭജന, ക്ലാസിക്കൽ സംഗീതം, നാടൻ പാട്ട്, കവാലി രാജ്യം സമുന്നതമായ എല്ലാ പുരസ്കാരങ്ങളും നൽകി ആദരിച്ച കലാജീവിതം കൂടിയാണ് സായി. അത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണെങ്കിലും പത്മവിഭൂഷൺ ആണെങ്കിലും എല്ലാം 2008-ലും 2000-ലും എല്ലാം ഈ പുരസ്കാരങ്ങളെല്ലാം അവരുടെ കലാജീവിതത്തിനുള്ള ആദരവായി രാജ്യം സമർപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ഏകദേശം 9 ഭാഷകളിലായി 10,000-ലേറെ, ഏകദേശം 12,000-ഓളം പാട്ടുകൾ ആശാ ഭോസ്ലെ പാടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത്രമേൽ വലിയ പുരസ്കാരങ്ങളും അവരെ തേടിയെത്തിയിട്ടുണ്ട്. സംഗീതത്തിന് നൽകിയ അതുല്യമായ സംഭാവനകളെ മാനിച്ച് നിരവധി പുരസ്കാരങ്ങളാണ് ഇതിനോടകം അവർക്ക് നൽകിയത്. 2000-ൽ തന്നെ ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി രാജ്യം അവരെ ആദരിക്കുന്നുണ്ട്. 2008-ൽ പത്മഭൂഷൺ നൽകിയാണ് രാജ്യം ആദരിച്ചത്.